പിന്നെ ഞങ്ങളിത് അതിൻ്റെ മുകളിലെത്തി കുറേ ആക്ടിവിറ്റികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഓരോരോ ആക്ടിവിറ്റികളിലും കാര്യങ്ങളിലൊക്കെ പോയി കയറി എൻജോയ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഇവർ ഇതിൽ കയറിയത്. ഞാനും ഏട്ടനൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയ സാഹചര്യം അല്ലായിരുന്നു. അപ്പോൾ ആരും ഇല്ലായിരുന്നു. എല്ലാവരും പല സ്ഥലങ്ങളിലായിരുന്നു. അപ്പോൾ ഇവർ വന്നപ്പോൾ ഇവർ വീഡിയോ എടുത്തുട്ടോ, നന്ദുവിൻ്റെയും പൊന്നുവിൻ്റെ. അപ്പോൾ പൊന്നുവാണെങ്കിൽ കരഞ്ഞ് അലറി പൊളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കണം. അടിപൊളി വൈബായിരുന്നു വെച്ചാൽ അടിപൊളി വൈബ്. നമ്മൾ ഈ ഊഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഞാൻ കൊക്കയിൽ തെറിച്ച് പോയെന്ന്. അങ്ങനെ ഒരു ഫീലായിരുന്നു എനിക്ക് ഈ ഊഞ്ഞാലിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പോണവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് അത്ര വലിയ കാര്യമൊന്നുമില്ല, നോർമൽ ഒരു ഗ്ലാസ് ബ്രിഡ്ജ്. എന്നാലും നമുക്ക് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ പേടിയുണ്ടാവും, ചെറിയാണ്. പിന്നെ അത് ഞാൻ എൻ്റെ ഒരു ആക്ടിവിറ്റിയിൽ കയറി. എനിക്ക് കുറച്ച് ആക്ടിവിറ്റികളൊക്കെ കയറാൻ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ഭയങ്കര ലോങ് ഒന്നും ഇല്ലായിരുന്നു, കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ ഈ സംഭവം. ഇത്ര ലോങ്ങിലൊന്നും ഉണ്ടായിരുന്നില്ല സംഭവത്തിൽ. പിന്നെ ഞങ്ങളിത് എല്ലാവരും തിരിച്ചു പോന്നു കേട്ടോ. അപ്പോഴും വല്യമ്മയുടെ കരച്ചിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും തിരിച്ച് താഴത്ത് ഇറങ്ങി. കുറച്ച് പോയി കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് സൂചിപ്പാറ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അവിടെ ഇറങ്ങിയിട്ടാണ്. ഞാനും ചേച്ചിയൊന്നും ഇറങ്ങിയില്ല, കുട്ടികളെല്ലാവരും ഇറങ്ങിയിട്ട് എല്ലാവർക്കും മടുത്തു, കാരണം വയ്യാണ്ടായി. അപ്പോൾ ഓക്കേ.